ഡോട്ടിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് ഒരുപാട് ആളുകളുടെ ലൈഫ് ചേഞ്ചിങ് മൂമെൻറ്റ്സ് ആണ്. അതിപ്പോൾ നമ്മളുടെ ഫൗണ്ടേഴ്സിൻ്റെ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ടീം മെമ്പേഴ്സിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഓവറോൾ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ആണെന്നുണ്ടെങ്കിലും അവരുടെ ഒക്കെ ഒരു ലൈഫിൽ ഒരു ചേഞ്ചസ് കൊണ്ടുവരാൻ ഡോട്ടിന് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ഞങ്ങൾ 5 പേര് സ്റ്റാർട്ട് ചെയ്തൊരു പ്രൊജക്റ്റാണ് ശരിക്കും പറഞ്ഞാൽ ഡോട്ടിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട്നേഴ്സ് ആവുന്നതിന് മുമ്പ് കൊളീഗ്സ് ആയിരുന്നു. ഞാനൊരു ഡിജിറ്റൽ മാർക്കറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ടീം ലീഡായിട്ടാണ് കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്നത്. ആ സമയത്ത് നമ്മുടെ കമ്പനിയിൽ കുറേ ഇൻറ്റേൺസ് ഒക്കെ വരുമായിരുന്നു. അപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അത്യാവശ്യം തിയററ്റിക്കൽ നോളജ് ഇവർക്ക് ഉണ്ടാവും. പക്ഷെ when it comes to പ്രാക്ടിക്കൽ അവർ കുറച്ച് ബാക്ക്വേർഡ് പോലെ ഫീൽ ചെയ്യും. ആ ഒരു സമയത്ത് ഹംസത്ത് പറഞ്ഞു പഠിച്ചിറങ്ങുന്ന കുട്ടികളുടെ ഒരു നോളജിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു. ഇതെല്ലാം കൂടി ഒരുമിച്ച് വന്ന സമയത്ത് എന്നാൽ എന്തുകൊണ്ട് നമുക്കൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് അക്കാഡമി തന്നെ സ്റ്റാർട്ട് ചെയ്തുകൂടാ എന്നുള്ളൊരു തോട്ട് വരെ ഉണ്ടായി. നമ്മൾ അക്കാദമിയെ എവിടെ തുടങ്ങണം എന്നൊരു ഡിസ്കഷൻ വന്നപ്പോൾ നമ്മൾ തൃശ്ശൂർ തന്നെ ചൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മളെല്ലാ പാർട്ട്നേഴ്സിനും ഈസി ആയിട്ട് റീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ ആയിരുന്നു. തൃശ്ശൂർ ഒരു ഹബ്ബാക്കി മാറ്റാം എന്നുള്ളൊരു കോൺഫിഡൻസ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതിൻ്റെ എല്ലാ കൺഫ്യൂഷൻസും ടെൻഷൻസും ഒക്കെ എല്ലാവരെ പോലെ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. ഈവൻ നമ്മളൊരു വലിയ സ്പേസ് കണ്ടിട്ട് അത് എടുക്കാൻ മടിച്ച് ഞങ്ങളൊരു 1000 സ്ക്വയർ ഫീറ്റ് എടുത്തൊരു സിറ്റുവേഷനാണ് ഉണ്ടായിരുന്നത്. സോ അന്ന് നമ്മളെ സംബന്ധിച്ചോളം അതൊരു വലിയൊരു ഹ്യൂജ് സ്പേസ് തന്നെയായിരുന്നു. നമ്മളൊരു പേപ്പർ എടുക്കുന്നു, 2 ക്ലാസ് വരയ്ക്കുന്നു. ഒരു ക്ലാസ്സിൽ 20 ആൾക്കാർ അല്ല 15 ആൾക്കാർ, 15 ഒരു റിസപ്ഷൻ ഏരിയ, .com ക്രിയേറ്റീവ്സിനൊരു ഏരിയ, ഒരു സ്റ്റുഡിയോ, പിന്നെ ഒരു ബാത്റൂം. ഇത്രയേ ഉള്ളൂ നമ്മളെ അക്കാദമി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അവിടെ നിന്ന് തുടങ്ങി ഞങ്ങളൊരു ഇനോഗ്രേഷൻ ഡേയിലേക്ക് വരുമ്പോൾ ഒരുപാട് ഹാപ്പിനെസ്സും ഒരുപാട് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു അത്. നമ്മുടെ പ്രതാപൻ സാറാണ് അന്നത്തെ MP. അദ്ദേഹമായിരുന്നു ഇനോഗ്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനോഗ്രേഷൻ കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. അതിലേക്ക് നമ്മളുടെ ഫ്രണ്ട്സും അല്ലെങ്കിൽ ഫാമിലി സർക്കിളിൽ നിന്നും അല്ലെങ്കിൽ നമ്മളെ വിശ്വാസമുള്ള കുറേ ആളുകളും പല കുട്ടികളെയും അവരുടേതായ രീതിയിലേക്ക് നമ്മളിലേക്ക് തന്നതാണ്. ഞങ്ങളുടെ ഫസ്റ്റ് ബാച്ച് ഞങ്ങൾക്ക് എപ്പോഴും സ്പെഷ്യലാണ്. അതിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് ഉണ്ടായിരുന്നത്. ഓഫ് കോഴ്സ് അവർ പ്യുവർ ട്രസ്റ്റിൻ്റെ പേരിൽ മാത്രമാണ് ഡോട്ടിനിൽ വന്നത്. എന്നാൽ സെക്കൻഡ് ബാച്ച് തൊട്ടിട്ട് കൂടുതൽ സ്റ്റുഡൻസ് നമ്മുടെ അക്കാഡമിയിലോട്ട് വരാൻ തുടങ്ങി. പിന്നെ നമ്മൾ പഠിക്കുന്ന സ്റ്റുഡൻസ് തന്നെ അവരുടെ റെഫറൻസ് ത്രൂ വരാൻ തുടങ്ങി. സോ വിത്തിൻ 3 മന്തിനകത്ത് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ഒരു സ്റ്റുഡൻറ് കൗണ്ട് വരികയും നമുക്ക് അഡീഷണൽ സ്പേസ് എടുക്കേണ്ട സ്റ്റേജിലോട്ട് വരികയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ടീമിനെ നമ്മൾ ബിൽഡ് ചെയ്തത്. നമ്മളെ ഫസ്റ്റ് ടീം മെമ്പേഴ്സ് എന്ന് പറയുന്നത് അതുലും വിവേകുമാണ്. ദോസ് ഗൈസ് ആർ വെരി എന്താ പറയുക സ്പെഷ്യൽ ടു മീ. ഞാനെപ്പോഴും എവിടെയും പറയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മളുടെ കൂടിയ ആൾക്കാരാണ്. ഇപ്പോൾ നെക്സ്റ്റ് ഒരു ഫേസിലോട്ട് ഞങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ടീം വലുതാവണമായിരുന്നു. അവിടെയാണ് ഞങ്ങളുടെ നെക്സ്റ്റ് ചലഞ്ച് വരുന്നത്. ടീം എങ്ങനെ ബിൽഡ് ചെയ്യും? അപ്പോൾ നമ്മൾ കൂടുതൽ ഹയറിങ്സ് നോക്കി, അതേപോലെ പല ചാനൽസിലൂടെ ഹയറിങ്സ് നോക്കി. പയ്യെ ടീമിലേക്ക് ആളുകൾ വന്നു. ടെക്നിക്കലി ഷംനനെയും ഹംസത്തിനെയും സപ്പോർട്ട് ചെയ്യാൻ ടെക്നിക്കൽ ടീമിലേക്ക് ആളുകൾ വന്നു തുടങ്ങി. ഒരു സൈഡിൽ നിന്ന് നമ്മുടെ നോൺ ടെക്നിക്കലായിട്ട് ഓപ്പറേഷനിൽ അല്ലെങ്കിൽ അക്കാഡമിക് അല്ലെങ്കിൽ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ബിസിനസ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ആളുകൾ വന്നു തുടങ്ങി. ഓൾമോസ്റ്റ് നമ്മളുടെ ടീം മെമ്പേഴ്സും നമ്മളുടെ സ്റ്റുഡൻസ് തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു സ്പെസിഫിക് സ്കിൽ സെറ്റ് ഇല്ലാതെ നമ്മളൊരു ടീം മെമ്പേഴ്സിനെ എടുക്കാറില്ല എന്നുള്ളതാണ്. അവരുടെയും കൂടെ ഈക്വൽ എഫേർട്ടാണ് ഇന്ന് ഡോട്ടിന് ഈ ഒരു പൊസിഷനിൽ എത്തി നിൽക്കുന്നത്. പിന്നെ ഞങ്ങളെ ടോപ്പിൽ ഹെഡ് ചെയ്യാൻ ഒരു ഓർഗനൈസേഷൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഏത് സമയത്ത് അവിടെ ഒരു പേന മേടിക്കണം, ഏത് സമയത്ത് അവിടെ ഒരു ബുക്ക് മേടിക്കണം എന്നുള്ളത് ഫൈനാൻസ് ടീമിനകത്ത്. എപ്പോഴായിരിക്കും ആ ബുക്കിൻ്റെ അല്ലെങ്കിൽ ആ പേനയുടെ മഷി കഴിയാമെന്നും ഫൈനാൻസ് ടീമിനകത്ത്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും അവിടുത്തെ ഫൈനാൻസ് ടീം വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഏത് ടൈമിൽ നമുക്ക് ക്രൈസിസ് വരുന്നു, ഏത് സമയത്ത് നമുക്ക് പോസിറ്റീവ് ആവും എന്നുള്ളത് കറക്റ്റ് വിഷൻ ഫൈനാൻസ് ടീമിൻ്റെ കയ്യിലുണ്ടാവും. നമ്മളുടെ നെക്സ്റ്റ് സ്റ്റെപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ കൊച്ചിയിൽ ഇത്രയും വലിയൊരു ഹ്യൂജ് സ്പേസിൽ വൺ ഓഫ് ദി കേരളാസ് ലാർജസ്റ്റ് അക്കാദമി എന്നുള്ള ബ്രാൻഡിൽ നമ്മൾ ഇന്ന് കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മളുടെ വിഷൻ എന്ന് പറയുന്നത് കൊച്ചിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു അക്കാദമി ആയിട്ട് മാറുക എന്നുള്ളതല്ല, കേരളത്തിന് പുറത്തും അതല്ലെങ്കിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിലും ഡോട്ടിൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് വളരെ പെട്ടെന്ന് തന്നെ വളരെ സ്പീഡായിട്ട് തന്നെ എക്സ്പാൻഡ് ആവും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ഇനി ഡോട്ടിൻ എന്ന് പറയുന്നത് കുറച്ചും കൂടി പവർഫുൾ ആയിരിക്കും. കുറച്ചും കൂടി ബിഗ് അനൗൺസ്മെൻറ്റ്സ് ഓഫ് കോഴ്സ് ഡോട്ടിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും. ഡോട്ടിൻ്റെ ഒരു സക്സസ് കാണുന്നുണ്ടെങ്കിൽ തൃശ്ശൂർ ബ്രാഞ്ച് എടുത്ത് നോക്കിയാൽ നമ്മൾ ഒരു ഫ്ലോറിൽ തുടങ്ങി 1000 സ്ക്വയർ ഫീറ്റിലും താഴെ തുടങ്ങി ഇപ്പോൾ നിൽക്കുന്നത് 3 ഫ്ലോറും കവർ ചെയ്തിട്ടാണ്. ഞങ്ങളുടെ ടീം മെമ്പേഴ്സിൻ്റെ ഹാർഡ് വർക്കിൻ്റെയും അവരിട്ട ഫോക്കസിൻ്റെയും ഒക്കെ ഒരു റിസൾട്ടാണ് നമുക്ക് ഇങ്ങനൊരു സക്സസ്സിലേക്ക് ഡോട്ടിനെ നയിച്ചത്. We have spent almost 1.5 years of our blood and sweat into this company.
ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ പാർട്ട്നേഴ്സ് ആയാലും നമ്മൾ ടീം മെമ്പേഴ്സ് ആയാലും കുറേ രാത്രികളുടെ ഉറക്കമില്ലായ്മയാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഡോട്ടിനിൻ്റെ സക്സസ് എന്ന് പറയുന്നത്.